സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് 4ാം ദിവസവും ശമ്പളമില്ല. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ശമ്പള വിതരണം ആരംഭിച്ചെങ്കിലും പ്രതിസന്ധി ഉടൻ അവസാനിക്കില്ല. ഇതോടെ ധനമന്ത്രിക്ക് നേരെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ പ്രതിഷേധിച്ചു. സർവീസ് സംഘടനകൾ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതിനിടെ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം ആരംഭിച്ചുവെങ്കിലും 4ാം ദിനവും പൂർണ്ണമായും ശമ്പളം വിതരണം ചെയ്യാൻ ആയിട്ടില്ല. 50,000 രൂപയ്ക്ക് മുകളിൽ പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ശമ്പള വിതരണം ആരംഭിച്ചത്. ട്രഷറി നിയന്ത്രണം ശമ്പളത്തിന് പുറമെ നിക്ഷേപങ്ങൾക്കും ബാധകമാകും. ഇതോടെ നിലപാട് കടുപ്പിക്കാനാണ് സർവീസ് സംഘടനകളുടെ നീക്കം. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന് നേരെയും ഇന്ന് സംഘടനകൾ പ്രതിഷേധിച്ചു. ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്ക് സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കെടുക്കാൻ മന്ത്രി എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. അടിയന്തരമായി പൂർണ്ണ ശമ്പളവും വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ശമ്പള മുടക്കത്തിൽ ധനമന്ത്രിയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. കേരളം ഭരിക്കുന്ന ധനകാര്യമന്ത്രി മിസ്റ്റർ ബാലഗോപാൽ അങ്ങ് കേരളത്തിലെ ജനങ്ങളോടും ജീവനക്കാരോടും പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഷയം സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.